ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മോട്ടോ പവർ ആക്കിയിരിക്കുകയാണ് ഇത്തവണ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,999 രൂപയ്ക്ക് തന്നെ AMOLED ഡിസ്പ്ലേ, കരിയർ അഗ്രിഗേഷൻ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, വളരെ കംഫർട്ടബിൾ ആയ, ലൈറ്റ് വെയിറ്റ് ആയ, വളരെ സ്ലിം ആയ, നൈസായ ഒരു ഫോൺ. കംഫർട്ടബിൾ ആയ നല്ലൊരു ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ പരിഗണിക്കാവുന്ന ഒരു ഫോണാണ്. പക്ഷേ പരിഗണിക്കുന്നതിന് മുമ്പ് ഇതിന്റെ എല്ലാ വശങ്ങളും, ക്യാമറ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പരിഗണിക്കുക. ഞാൻ കാണിച്ചു തരാം ഇതിന്റെ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒന്നൊന്നായിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പരിശോധിക്കാം. സോ ഇതാണ് മോട്ടോ G42 എന്ന ഫോണിന്റെ ബോക്സ് നമുക്ക് ഒറ്റയടിക്കാൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കേസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി കേസാണ്. 20 വാട്ടിന്റെ ഒരു ചാർജറുണ്ട്. ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഉണ്ട്. സിം ടൂൾ വരുന്നുണ്ട്. ഫോൺ, എല്ലാ സംഭവങ്ങളും നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കാം. മോട്ടോ G42 ഇതാണ് ഫോൺ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആണ്. കയ്യിൽ പിടിക്കാനൊക്കെ യാതൊരു ഇഷ്യൂ ഇല്ല. ഒരു കയ്യിൽ സുഖമായിട്ട് പിടിക്കാവുന്ന ഒതുങ്ങിയ ഒരു ഫോണാണ്. അതായത് 8.26 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 174.5 ഗ്രാമാണ് വെയിറ്റ്. IP52 വാട്ടർ റിപ്പല്ലന്റ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഓവറോൾ കയ്യിൽ പിടിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ കംഫർട്ടബിൾ ആയ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പിൽ വരുന്ന ഒരു ഫോണാണ് വിത്ത് AMOLED ഡിസ്പ്ലേ. ഒരു ഓവർവ്യൂ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണുകളും കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്. സോ ഈ ഒരു ഫോണിൽ പ്രധാനപ്പെട്ട എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇതിന്റെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞ പോലെ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ്. കാണാനൊക്കെ നന്നായിട്ടുണ്ട്. താഴത്തെ ചിന്നിന്റെ ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇത്തിരി കട്ടി കൂടുതലാണ്. അതൊരു ചെറിയ അഭംഗിയായിട്ടുണ്ടല്ലേ. പക്ഷെ എന്നാലും കാണാൻ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. AMOLED ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ 60 Hz ആണ്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. യൂട്യൂബിൽ വരുമ്പോൾ നമുക്ക് ഫുൾ HD കണ്ടന്റുകൾ കാണാം. HDR ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതും ഒരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ബട്ട് AMOLED ഡിസ്പ്ലേക്കുള്ള ഒരു ഫോൺ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, പഞ്ച് ഹോൾ ക്യാമറയൊക്കെ ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വേണം കമന്റ് ചെയ്യാൻ. ഡിസ്പ്ലേ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. 409 ppi ആണ് ഇതിന്റെ പിക്സൽ ഡെൻസിറ്റി. 700 nitsന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. ബ്രൈറ്റ്നസിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസ്പ്ലേയുടെയും മീഡിയ കൺസംഷന്റെ ഒക്കെ ഭാഗങ്ങൾ. ഓവറോൾ കൊള്ളാം. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, വളരെ നൈസായ സ്മൂത്ത് ആയ ഒരു പെർഫോമൻസ് കിട്ടും. LPDDR4X RAM ആണ് വരുന്നത്. UMCP സ്റ്റോറേജ് ആണ് വരുന്നത്. കരിയർ അഗ്രിഗേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. 2x2 മിമോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. FM റേഡിയോ ഉണ്ട്. NFC ഉണ്ട്. Android 12 വരുന്നത്. Android 13 അപ്ഗ്രേഡ് ഷുവർ ആണ്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് മോട്ടോ ഷുവർ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മോട്ടോ ഫോണുകളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ഇവരെ വിശ്വസിക്കാം. നിങ്ങൾക്ക് ഇതിന്റെ ആപ്പ് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കാണാം. ഓവറോൾ മൂവ്മെന്റ് ഒക്കെ വളരെ സ്മൂത്ത് ആണ്. വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് സ്മൂത്ത് എന്നല്ല, ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു സെറ്റപ്പ് ആണെന്ന് പറയാം. ആപ്പുകളൊക്കെ കുറെ ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നുണ്ട്. ജോഷൊക്കെ കിടക്കുന്നുണ്ട് ഇതിനകത്ത്. അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. സോ ഇപ്പൊ മോട്ടോയിൽ കുറച്ചൊക്കെ ആപ്ലിക്കേഷനുകൾ ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഈ കാണുന്ന രീതിയിൽ അനാവശ്യ മോശപ്പെട്ട ആപ്ലിക്കേഷനുകളൊന്നുമില്ല. നോർമലി ഗൂഗിളിൻ്റെതായ സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഓവറോൾ ഒരു നോർമൽ യൂസിനാണ് നിങ്ങൾ ഈ ഫോൺ എടുക്കുന്നെങ്കിൽ നല്ല സ്മൂത്തായ ഒരു പെർഫോമൻസിൻ്റെ ഒപ്പം വേണ്ടുന്ന നെറ്റ്വർക്ക് റിസപ്ഷൻ പോലുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൽ. സോ ഒരു കാഷ്വൽ യൂസർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നല്ല പെർഫോമൻസ് തരും. ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ സബ്വേ സർഫർ പോലുള്ള ഗെയിമുകളൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കളിക്കാം. അതുകൊണ്ട് നിങ്ങൾ വലിയ ഹെവി ഗെയിമിംഗ് ഒന്നും ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സറിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചുകൊണ്ട് പ്രതീക്ഷിക്കേണ്ട. ഓവറോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നോർമൽ യൂസിനുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളവിടെ കാണുന്ന പോലെ. ഇതിന്റെ ബാറ്ററി വന്നിട്ട് 5000 mAh ബാറ്ററിയാണ്. 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ. സോ ഒരു നോർമൽ ആയ ഒരു ബാറ്ററി സെറ്റപ്പാണ്. ഇനി ഇതിന്റെ ക്യാമറ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാപിക്സലിന്റെ മാക്രോ സെൻസർ, 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. മെഗാപിക്സലിലൊന്നും ഒരു കാര്യമില്ല. ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് പെർഫോമൻസ് ആണ് കാണേണ്ടത്. കണ്ടു നോക്കും ഇമേജുകൾ എങ്ങനെയുണ്ട്. മെയിൻ ക്യാമറയുടെ ഇമേജുകൾ എന്തായാലും നന്നായിട്ടുണ്ട്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഈ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ 12,999 ഓഫർ അടക്കം 12,999 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോണിൽ ഈ ഇമേജുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന കാശിന് നിങ്ങൾക്ക് ഇത് കിട്ടിയാൽ മതിയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എന്തായാലും ഇമേജുകൾ ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വൈഡ് ആംഗിൾ അടക്കം നന്നായിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും വരുന്നത്. സ്റ്റെബിലൈസേഷൻ്റെ ലെവലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഇതേ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല ലൈറ്റ് ഉള്ളപ്പോൾ ഈ രീതിയിലുള്ള ഫോട്ടോസാണ് ഇതിൽ കിട്ടുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും കിടുക്കൻ പെർഫോമൻസ് തരുന്നുണ്ട്. കിടക്കൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇത് സെൽഫി ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഇതിന്റെ സെൽഫി ക്യാമറ തരിക. ഫുൾ HD ആണ്, മാക്സിമം റെസൊല്യൂഷൻ.
ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്? പുറത്ത് മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് മൈക്കിന്റെ ക്വാളിറ്റി കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. ബട്ട് എങ്കിലും നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. സെൽഫി ക്യാമറയിലാണെങ്കിലും മെയിൻ ക്യാമറയിലാണെങ്കിലും മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD ആണ്. രണ്ടിലും ഫുൾ HD സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓവറോൾ ക്യാമറ ഈ പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ക്യാമറയാണെന്ന് പറയാമല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ താല്പര്യത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ ഫോണായിട്ട് ഇതിനെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. ഫേസ് അൺലോക്കിലേക്ക് വരുമ്പോൾ അത്ര പോരാ, നിങ്ങൾക്ക് ഇവിടെ കാണാം അത് ഇത്തിരി പതുക്കെയാണ്. എന്നാലും രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഈ ഫോൺ 2 കളറിലാണ് വരുന്നത്. ഒന്ന് അറ്റ്ലാന്റിക് ഗ്രീൻ, എൻ്റെ കയ്യിലിരിക്കുന്നത് അതാണെന്ന് തോന്നുന്നു. മറ്റൊന്ന് മെറ്റാലിക് റോസ് ആണ്. സോ 2 കളറുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നത് നോക്കി ചൂസ് ചെയ്യാം. എപ്പോഴാണ് അവൈലബിലിറ്റി, എന്താ ഡേറ്റ്, കാര്യങ്ങൾ, പർച്ചേസ് ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്യുക, വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. എന്തായാലും ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ സെയിലുണ്ട്, പിന്നെ മറ്റ് ലീഡിംഗ് സ്റ്റോറുകളിലും ഉണ്ടെന്നാണ് പറയുന്നത്. ചെക്ക് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഓവറോൾ ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും ഒരു നല്ല മോട്ടോ ഫോൺ, വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല മോട്ടോ ഫോൺ, കംഫർട്ടബിളായ ഒതുങ്ങിയൊരു ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.